യഥാർത്ഥത്തിൽ എന്നെ അല്ലായിരുന്നു പൂട്ടിക്കേണ്ടത്, എന്നാൽ എന്നെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അനുജന്റെ പേരിലേക്ക് ഈ അക്ഷയ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ശ്രീമതി ദിവ്യ ജെയിംസിന്റെ പേരിലേക്ക് ആദ്യം ലൈസൻസ് നേടി, പിന്നീട് കൈമാറ്റം നേടി. അജണ്ടയുടെ സ്ലിപ്പിൽ നേരത്തെ വേറൊരു സാധനം എഴുതി ചേർത്തത് ഇറേസ് ചെയ്തിട്ടാണ് ഈ സാധനം പുതുതായിട്ട് എഴുതി ചേർത്തത്. പിന്നെ ഞാൻ ചോദിച്ചത്, എന്റെ പേരിൽ 3/10/2018 ശേഷം ഇപ്രകാരം 8 കേസുകളുണ്ടെന്ന സാക്ഷരത നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ല. ശ്രീകണ്ഠപുരം സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫെയർ കോപ്പി അവിടെ ഇല്ല. നിങ്ങളുടെ മുമ്പിൽ നല്ല പറഞ്ഞേ, നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ എന്താ ഫെയർ കോപ്പി അവിടെ ഇല്ലാത്ത. ശ്രീകണ്ഠപുരത്തെ വ്യാജ അക്ഷയ കേന്ദ്രം സംബന്ധിച്ച കേസ് ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ 2018 ആരംഭിച്ചതാണ് ഇത് സംബന്ധിച്ച എൻ്റെ പരാതി. ഈ പരാതി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 ഹർജിയിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് വിധി പ്രസ്താവിക്കുകയും അക്ഷയയുടെ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പാർട്ടികളെ കേട്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവുണ്ടായി. ആ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 16/4/2022 കളക്ടർ ആദ്യ ഹിയറിംഗ് നടത്തി. 20/4/2022 കളക്ടർ രണ്ടാമത് ഹിയറിംഗ് നടത്തി. ഈ ഹിയറിംഗ് നടത്തിയപ്പോൾ ആ ഹിയറിംഗിൻ്റെ റിപ്പോർട്ട് വരാനിരിക്കെ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സണും ശ്രീകണ്ഠപുരം ഭരണസമിതിയും ജില്ലാ അക്ഷയ DPM പ്രൊജക്ട് മാനേജറും നമ്മുടെ അടുത്തതായിട്ട് ഇവിടെ വീണ്ടും ജോലിയിൽ പ്രവേശിച്ച പ്രവീൺ സെക്രട്ടറിയും കൂടി ഈ 2 ഹൈക്കോടതി വിധികളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രീകണ്ഠപുരം നഗരസഭ ഏപ്രിൽ 30, മെയ് 1, മെയ് 2, മെയ് 3, മെയ് 4 തീയതികളിലായിട്ട് ഒരു അസാധാരണ യോഗം സംഘടിപ്പിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ യോഗം പ്രതിപക്ഷ മെമ്പർമാർ ഇതിലെന്ത് അസാധാരണത്വം എന്ന് പറഞ്ഞുകൊണ്ട് അത് വിയോജിപ്പ് പ്രകടിപ്പിച്ചു, ക്യാൻസലായി. മെയ് 1-ാം തീയതി മെയ് ദിനമായതുകൊണ്ട് ഇത് ക്യാൻസലാക്കിച്ചു. മെയ് 2-ാം തീയതി പെരുന്നാൾ ആയതുകൊണ്ട് ക്യാൻസലാക്കിച്ചു. മെയ് 3-ാം തീയതി കേരളത്തിലെ നിയന്ത്രിത പെരുന്നാൾ അവധി ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യിച്ചു. മെയ് 4-ാം തീയതിയാണ് ഈ പറയുന്ന ചെയർപേഴ്സൺ അവരുടെ അധ്യക്ഷതയിൽ ഈ 17 അംഗ അവരുടെ ഭൂരിപക്ഷം അംഗങ്ങൾ എൻ്റെ അക്ഷയ കേന്ദ്രം പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജ ഉത്തരവുണ്ടാക്കിയത്. ഈ ഉത്തരവ് 20/4 കളക്ടർ തന്നെ കേട്ടു. 26/4 ചേർന്ന DEGSന്റെ ഡിസ്ട്രിക്ട് ഗവേണൻസ് സൊസൈറ്റിയുടെ യോഗത്തിൽ കൊണ്ടുപോവുകയും അങ്ങനെ 5/5/2022 മെയ് 5 എന്നെ വീണ്ടും പൂട്ടിക്കാൻ വേണ്ടിയിട്ട്, യഥാർത്ഥത്തിൽ എന്നെ അല്ലായിരുന്നു പൂട്ടിക്കേണ്ടത്, എന്നാൽ എന്നെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്ഷയ കേന്ദ്രം പൂട്ടിക്കൽ ഉത്തരവിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ശ്രീകണ്ഠപുരം പോലീസിന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഹൈക്കോടതിയിലും ജില്ലാ അക്ഷയ ഓഫീസിലും സംസ്ഥാന അക്ഷയ ഓഫീസിലും ഈ ഭരണസമിതിയുടെ കൗൺസിൽ മീറ്റിങ്ങിലും ഹാജരാക്കിയിട്ടത്. ഫിലോമിന ടീച്ചറാണ്. അതിനകത്ത് ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ 8 കേസിൽ പ്രതിയാണ് എന്നുള്ള ഒരു സാക്ഷ്യപത്രമാണ് ഹാജരാക്കിയത്. ആ 8 കേസിൽ പ്രതിയാണെന്നുള്ള സാക്ഷ്യപത്രം പരിശോധിച്ചപ്പോൾ ആ തീയതിക്ക് തന്നെ ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു വിവരാവകാശം കൊടുത്തിരുന്നു. ആ വിവരാവകാശം കൊടുത്തപ്പോൾ ആ കേസിൽ എൻ്റെ പേര് 2 കേസ് മാത്രമേ ഉള്ളൂ എന്ന ഒരു മറുപടിയാണ് ലഭിച്ചത്. 16/5 ഞാൻ കൊടുത്തത്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, അവർ ഇന്നലെ ഈ പത്രസമ്മേളനത്തിൽ, ഇന്നലെ ചെയർപേഴ്സൺ നടത്തിയ പത്രസമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയർപേഴ്സൺ നിങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ചെയർപേഴ്സൺ ഈ ശ്രീകണ്ഠപുരം പോലീസ് SHO നൽകി എന്ന് പറയുന്ന അവകാശപ്പെടുന്ന അതേ രേഖ തന്നെയാണ്, വ്യാജരേഖ തന്നെയാണ് ഇവർ ഈ പറയുന്ന ഹൈക്കോടതിയിലും ഈ പറയുന്ന അക്ഷയ ജില്ലാ ഓഫീസിലും ഈ പറയുന്ന സംസ്ഥാന ഓഫീസിലും ഹാജരാക്കിയ അതേ വ്യാജരേഖ ഉപയോഗിച്ചാണ്, ഉയർത്തിപ്പിടിച്ചാണ് ഇന്നലെ ശ്രീമതി ഫിലോമിന ഈ പറയുന്ന നിങ്ങൾ മുമ്പാകെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഹമീദ് കുട്ടിയുടെ പേരിൽ ഇത്ര കേസുകളുണ്ട്. 2014 ഹമീദ് കുട്ടിയുടെ പേരിൽ ഇത്ര കേസുണ്ട്. അന്ന് അക്ഷയ ക്ലോസ് ചെയ്യാൻ വേണ്ടി കളക്ടർ തീരുമാനിച്ചതാണ്. ആ അക്ഷയ കേന്ദ്രം വ്യാജമാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഞാൻ സ്ത്രീയാണ്, എന്നെ വല്ലാതെ സൈബർ അറ്റാക്ക് ചെയ്തു, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ സ്ത്രീയാണെന്ന് അവർ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്ത്രീയാണെന്നുള്ളതിന് എനിക്ക് മറുപടിയാണത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു
സ്ത്രീയല്ലേ? അപ്പോൾ ഞാൻ സ്ത്രീയാണെന്നാണ് വിലപിക്കുന്നത്. അപ്പോൾ സ്ത്രീയായ അവരാണല്ലോ ഇപ്പോൾ ചെയർപേഴ്സൺ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആ സമയത്ത് ചെയർപേഴ്സൺ അല്ലാന്നേ. ഞങ്ങൾ എവിടെയും, എൻ്റെ ഹർജിയിൽ എവിടെയും ഞാൻ അവർ ചെയർപേഴ്സൺ ആണെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ചെയർപേഴ്സൺ ചെയർമാനാണ്. ആ പുരുഷ സംവരണമാണ്. അപ്പോൾ ഒരിക്കലും ചെയർപേഴ്സൺ ആവില്ലല്ലോ. അവിടെ അന്ന് പി രാഘവനാണ് UDFന്റെ ഭരണമായിരുന്നത്. ഇപ്പോഴും UDFന്റെ ഭരണ തുടർച്ചയാണ്. അപ്പോൾ ഫിലോമിന ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത് ഞാൻ അന്ന് ചെയർപേഴ്സൺ അല്ല എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ ആണ് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് 13/6/2018 തീയതിയിലാണ് രണ്ടാം പ്രതി ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സെക്രട്ടറിയായി ജോലിയിൽ പ്രവേശിച്ചത്. 6/7/2018 തീയതിയിലാണ് നാലാം പ്രതിക്ക് മുനിസിപ്പാലിറ്റിയിലെയും അക്ഷയ ജില്ലാ ഓഫീസിലെയും രേഖകളിൽ കൃത്രിമം ചെയ്തും വ്യാജ രേഖകൾ ശ്രമിച്ചും അക്ഷയ കേന്ദ്രം അനുവദിക്കുന്നത്. മൂന്നാം പ്രതി പ്രസ്തുത കാലയളവിൽ, അതായത് ഫിലോമിന, മൂന്നാം പ്രതി പ്രസ്തുത കാലയളവിൽ മുനിസിപ്പൽ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ ചുമതലയുള്ള പാർട്ടി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. ഇത്രയും ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഫിലോമിനയാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന നഗരസഭാ മീറ്റിങ്ങിലും ജില്ലാ അക്ഷയിലും കളക്ടറുടെ ഇപ്പോഴത്തെ പുതിയ പൂട്ടിക്കൽ ഉത്തരവിലും പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിൽ ഞാൻ ചോദിച്ചിരുന്നു, എൻ്റെ പേരിൽ 3/10/2018 ശേഷവും ഇപ്രകാരം 8 കേസുകളുണ്ട് എന്ന് എന്ന സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്ക്? അതിൻ്റെ അപേക്ഷയുടെ പകർപ്പ്. ഇന്നലെ ഫിലോമിന ഇവിടെ പറഞ്ഞിരിക്കുന്നത് കളക്ടർ അപേക്ഷ കൊടുത്തു എന്നാണ്. കളക്ടർ അപേക്ഷ കൊടുത്തു എന്ന് തന്നെയാണ് ഇവരുടെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇന്നലെ ഫിലോമിന കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൽ 3/2016 AKS DGS 1 ഡേറ്റ് 1/10/2018 അപേക്ഷ ഈ ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇങ്ങനൊരു കത്ത് അവർ കൊടുത്തിട്ടില്ല. അപേക്ഷയുടെ പകർപ്പ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത് നൽകിയിട്ടില്ല എന്നാണ്. 8 കേസിൽ പ്രതിയുണ്ട് എന്നോ ഒരാൾക്ക് നൽകിയിട്ടില്ല. അപേക്ഷയുടെ പകർപ്പും ആളെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചത്, എൻ്റെ പേരിൽ 3/10/2018 ശേഷം ഇപ്രകാരം 8 കേസുകളുണ്ടെന്ന സാക്ഷ്യത നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ല. പിന്നീട് ഞാൻ ചോദിച്ചു, പോലീസാണ് വിവരാവകാശം. അതിന് ഒരു വിവരാവകാശം കൊടുക്കുന്നത് 30 ദിവസം പരിശോധിച്ചിട്ട് എല്ലാവിധ കൂലങ്കഷമായ പരിശോധന കഴിഞ്ഞിട്ടാണ് കൊടുക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം അനുസ്മരിക്കണം. അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം, ഹമീദ് കുട്ടിയുടെ പേരിൽ 8 ക്രിമിനൽ കേസുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ ഈ തീയതിക്ക് എത്ര കേസുണ്ട്? ഹമീദ് കുട്ടിയുടെ പേരിൽ, ഇതാണ് ഉത്തരം. അവരുടെ സ്റ്റേഷന്റെ ഫോർമാറ്റ് ഇതാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, സ്റ്റേഷന്റെ ഫോർമാറ്റ് ഇതാണ്. ഹമീദ് കുട്ടി സൺ ഓഫ് അബ്ദുറഹ്മാന്റെ ശ്രീകണ്ഠപുരം എന്ന ആൾക്കെതിരെ ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത 2 ക്രിമിനൽ കേസുകൾ ബഹുമാനപ്പെട്ട കോടതി വിചാരണയിൽ. അപ്പോൾ 2 കേസ് മാത്രമേ ഉള്ളൂ എന്നെ. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പത്രപ്രവർത്തനം കാണുന്നില്ല. അദ്ദേഹം അന്ന് വിവരാസ പ്രകാശം ആവശ്യപ്പെടുന്ന റഷീദ് മാഷ് അദ്ദേഹത്തിന് 2 കേസുണ്ടെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് പത്രത്തിൽ പക്ഷേ 8 കേസുണ്ടെന്ന് പറഞ്ഞാണ് വന്നത്. അത് ഞാൻ പിന്നീട് അതിലേക്ക് വരാം. അപ്പൊ ഇതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് ശ്രീകണ്ഠപുരം സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഈ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതിനകത്ത് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം നിങ്ങൾ ഇതിനകത്തുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന 4, 5, 6, 7, 8, 9, 10 ചോദ്യം. ഈ 10 ചോദ്യത്തിൽ 739 കേസ് നിലവിലുണ്ടോ? 1002 കേസ് നിലവിലുണ്ടോ? 12 കേസ് നിലവിലുണ്ടോ? 76 കേസ് നിലവിലുണ്ടോ? എല്ലാ കേസും. അത് 8 കേസിൽ ബാക്കി 6 കേസ് നിലവിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത് വളരെ വിചിത്രമാണ്. ശ്രീകണ്ഠപുരം ക്രൈം നമ്പർ 1002 കേസ് നിലവിലില്ല. ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 1214 കേസ് നിലവിലില്ല. ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 76 കേസ് നിലവിലില്ല. ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 1283 കേസ് നിലവിലില്ല. ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 1583 കേസ് നിലവിലില്ല. ഒരു കേസ് നിലവിലില്ല. വ്യക്തമായില്ലേ? അപ്പോൾ ഇനി നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇപ്പോഴത്തെ SHOന്റെ ഒപ്പും സീലുമാണ്, അവരുടെ ഫോർമാറ്റാണ്. ഇവർ വാങ്ങിയ കാലത്ത് 3/10/2018 ഇത് വാങ്ങിച്ചത്. 3/10/2018 ഇത് വാങ്ങിച്ചപ്പോൾ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനാണ് സീൽ. അങ്ങനെ സീലില്ല. ഈ ഒപ്പിട്ട ഒരു SI പോലും അവിടെ ഇല്ല. ഇവിടെ റൗണ്ട് സീൽ വെച്ചിട്ടില്ല. ഈ ഫോർമാറ്റിലല്ല ഇത് കൊടുക്കുക. എന്നാൽ അതേ സമയം അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള മീർ മുഹമ്മദ് റിസാ ഈ വിഷയം ഈ അക്ഷയയിലെ ജില്ലാ കോർഡിനേറ്ററുള്ള മിഥുൻ കൃഷ്ണൻ അവിടെ പറഞ്ഞപ്പോൾ എന്നോട് വീണ്ടും അന്ന് ഇതേ രീതിയിൽ പോലീസിന് സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അതേ തീയതിക്ക് ഒരു 10 ദിവസം കഴിഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എൻ്റെ പേരിൽ ഇതേപോലെ 2 കേസുകൾ ഉണ്ട് എന്നാണ്. അതിൻ്റെ ഒപ്പും സീലും ഇങ്ങനെയല്ല. ഇതാണ് ആ മറുപടി.
ഇതാണ് ആ മറുപടി. ഞാൻ കൊടുത്തിരിക്കുന്നത് 31/10. അവർക്ക് 3/10 സർട്ടിഫിക്കറ്റ്. ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിവരം അറിയാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തതായിട്ട്. അങ്ങനെ കളക്ടറോട് പരാതി പറയാൻ വേണ്ടി പോയപ്പോൾ കളക്ടറിനോട് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ആയപ്പോൾ എൻ്റെ പേരിൽ 2 കേസ് നിലവിലുണ്ടെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പിന്നെ SHOയുടെ ഒപ്പ് ഫോർമാറ്റ് നോക്കുക നിങ്ങൾ. ഈ ഇംഗ്ലീഷിലുള്ള ഫോർമാറ്റ് അല്ല, അതേപോലെ സീൽ ഇതല്ല, ആ SHOയുടെ ഒപ്പ് ഇങ്ങനെയല്ല. ഇത് SHO ഓഫ് പോലീസ് എന്നിട്ടാണ് ഒപ്പിടുക. ഇതാണ് റൗണ്ട് സീൽ. ഈ സർട്ടിഫിക്കറ്റ് ആരുണ്ടാക്കിയെന്നത് പോലീസ് കണ്ടുപിടിക്കുന്നതാണ്, ഞാൻ കണ്ടുപിടിക്കുന്നതല്ല. അന്ന് ഫിലോമിനൊക്കെയുള്ള പങ്കെന്താ വെച്ചാൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലും അന്നത്തെ ഇവിടുത്തെ UDFന്റെ ഭരണകാര്യങ്ങൾ ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലയിലും ഇവർ 5 പേരും കൂടി ഒരു വാഹനത്തിൽ വന്നിറങ്ങി എൻ്റെ ഓഫീസിന് നേരെ മുന്നിൽ ഇറങ്ങി. ആ വണ്ടിയുടെ നമ്പർ ഇവരുടെ ഒരു വാഹനത്തിൽ വന്നിറങ്ങുകയും അങ്ങനെ അപ്പുറത്തെ ഓഫീസിൽ ഇവർ ക്യാമ്പ് ചെയ്യുകയും അവിടുന്ന് ക്യാമ്പ് ചെയ്ത് അവിടുന്ന് ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഈ കേസിൽ 6-ാം പ്രതി. അവിടുന്ന് ഒരാൾ വന്നിട്ടില്ല. 25/9/2018 ഈ ആൾ 6-ാമത്തെ പ്രതി ഹിരേഷ് എന്ന് പറയുന്ന ആൾ മാത്രം എൻ്റെ ഓഫീസിൽ വന്നു. എൻ്റെ ഓഫീസിലുള്ള മുഴുവൻ രേഖകളും അദ്ദേഹം ഫോട്ടോ എടുത്തിട്ട് പോയി. ഇവർ ബാക്കി 4 പേരും അപ്പുറത്തുണ്ട്, 5 പേര് ദിവ്യ ജെയിംസ് ഒഴിക്കുന്ന അവർ അപ്പുറത്തുണ്ട്. ഈ വാഹനത്തിൽ അവർ വന്നിരുന്നു. അല്ലാണ്ട് ഫിലോമിന ടീച്ചർ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് ഞങ്ങളുടെ പരാതിയിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റ് ആരുണ്ടാക്കിയത് പോലീസ് കണ്ടുപിടിക്കണം. ആ സമയത്ത് ചന്ദ്രാംഗതൻ മാഷ് ഉൾപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ചന്ദ്രാംഗതൻ മാഷ് അനുജന്റെ പേരിലേക്ക് ഈ അക്ഷയ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് ഹിൽട്ടൺ ഹോട്ടലിന്റെ ബാക്കിലുള്ള ഇപ്പോൾ GNET എന്ന് പറയുന്ന സ്ഥാപനം പിന്നെ അദ്ദേഹത്തിന്റെ അനുജന്റെതാണ്, ഗോപാലകൃഷ്ണന്റെയാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ പേരിലേക്ക് ഇത് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം ഇത് വനിതാ ബാങ്കിന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള മേരി ജോൺ, ആ മേരി ജോണായിരുന്നു ഈ സെന്റർ നടത്തിപ്പ്. അനുഷ ജോസഫാണ് ഇതിന്റെ യഥാർത്ഥ സംരംഭക. ആ അനുഷ ജോസഫ് ഇവർക്ക് നടത്തിപ്പിന് കൊടുത്തു. അവരൊരു കേസിൽ പോയിട്ട് ജയിലിലായ സമയത്ത് ജെയിംസിനെ ഏൽപ്പിക്കുന്നു, ഈ ദിവ്യ ജെയിംസിന്റെ അച്ഛനെ ഏൽപ്പിക്കുന്നു. ആ അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ അവൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേ നമുക്കറിയാം വനിതാ ബാങ്ക് കൂട്ടിയ കേസ് 72 കേസ് ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പേരിൽ. അപ്പോൾ അവരുടെ പേരിൽ ഈ കേസ് ഇടയ്ക്ക് ജാമ്യം കെട്ടി പുറത്തുനിന്നപ്പോൾ ഈ ചന്ദ്രാംഗതൻ മാഷ് അനിയനെ പേര് വിറ്റിട്ട് എഗ്രിമെന്റ് അടിച്ചു, നോട്ടീസ് അടിച്ചു. ഉദ്ഘാടനം 2017 നവംബർ 1-ാം തീയതി ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ മേരി പുറത്തു വരുന്നതും ആ പ്രശ്നം ഉണ്ടാകുന്നതും പിടിച്ചെടുക്കുന്നതും അങ്ങനെ കൊടുക്കാതിരിക്കുന്നതും. അങ്ങനെയാണ് ചന്ദ്രാംഗതൻ മാഷ് ചന്ദ്രാംഗതൻ മാഷ് ഇടപെടുന്നതായിരുന്നു. അപ്പോൾ ഈ ദിവ്യ ഇവരെ പേരിലേക്ക് മാറ്റി കൊടുക്കാണ്ടെങ്കിൽ പിന്നീട് ഇത് സംബന്ധിച്ചൊരു വിലപേശൽ അന്നത്തെ പിന്നെ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്നു എന്ന് PP രാമനോട് സംബന്ധിച്ചിട്ട് അതിന് വില നിശ്ചയിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവർക്ക് കിട്ടാതെ വന്നപ്പോൾ ഈ കേന്ദ്രം അനുഷ ജോസഫിന്റെ പേരിൽ ഒരു അപേക്ഷ എഴുതിക്കൊണ്ട് അവർ റദ്ദ് ചെയ്തു. അനുഷ ജോസഫിന്റെ പേരിൽ അപേക്ഷ ചെയ്തത് 21/11/2017 അപേക്ഷ കൊടുക്കുന്നത്. ഈ അപേക്ഷ കൊടുത്തിട്ട് നിയമാനുസരണം ആ അപേക്ഷ 27/11/2017 അക്ഷയ കേന്ദ്രം റദ്ദ് ചെയ്തു. എനിക്ക് ഈ സ്വന്തമായി അക്ഷയ നടത്താൻ പറ്റാതെ എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അപേക്ഷയുടെ പകർത്തിലാണ് വിവരാവകാശ പ്രകാരം കിട്ടിയതാണ്. ഇതിലും വ്യാജമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ചന്ദ്രാംഗതൻ മാഷിക്കെതിരായിട്ട് വിജിലൻസിൽ മുന്നിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുള്ള ഫോട്ടോ അനുഷ ജോസഫിൻ്റെതല്ല. ഇത് എവിടെയുള്ള INTUC ഓഫീസറുടെ സ്ത്രീയുടെ ഫോട്ടോ ആണ്. ഈ സ്ത്രീയുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഈ അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടി സ്ത്രീയുടെ ഫോട്ടോ ആവശ്യമില്ല. പക്ഷെ എങ്കിൽ ഇരിക്കട്ടെ, ഒരു ഭംഗിക്ക് എന്ന് എഴുതിയിട്ടാണ് ഫോട്ടോ ഒട്ടിക്കുന്നത്. ഈ ഫോട്ടോ ഒട്ടിച്ചിട്ട് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള രാജഗോപാലും സൂരജുമാണ് ഇത് നിയമാനുസരണം അവർ റെക്കോർഡിലാക്കിയിട്ട് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഫിലോമിന ടീച്ചർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റുണ്ട്. ശ്രീകണ്ഠപുരത്ത് 3 അക്ഷയാണ്, ഹമീദുട്ടി നെടിങ്ങിയാണ്, മറ്റൊരുത്തൻ കാമ്പായിയാണ്. ഈ ദിവ്യ ജെയിംസ് പിന്നെ കാഞ്ഞിലെ ശുദ്ധ അസംബന്ധ ശുദ്ധ കളവാണ്. ദിവ്യ ജെയിംസിന്റെ പേരിൽ എവിടെ അക്ഷയ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്? ദിവ്യ ജെയിംസിന്റെ പേരിൽ ശ്രീകണ്ഠപുരത്ത് അക്ഷയ കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ഫിലോമിനന്റെ കാലത്ത് അതിന് മുന്നേ കാലത്ത് ഒരു കാലത്ത് അനുവദിച്ചിട്ടല്ലോ. അപ്പൊ ഈ അനുവദിക്കപ്പെട്ട വ്യാജ സാധനം തന്നെ കളക്ടർ തന്നെ പറഞ്ഞത് 3 ഒപ്പിട്ടിട്ടുണ്ട്, ഇത് തെറ്റാണ്, ഈ നടപടി തെറ്റാണെന്നൊക്കെ പറഞ്ഞ് റദ്ദ് ചെയ്ത സാധനം പിന്നെ എങ്ങനെയാ ഫിലോമിനയുടെ വന്നിട്ട് നിങ്ങളും പറയാം? ഫിലോമിന എങ്ങനെയാ അന്നത്തെ വ്യാജ സാക്ഷ്യപത്രം വെച്ച് ഈ കേസിലൊക്കെ അമീതൊട്ടി പ്രതിയാന്ന് പറയാ? ആ പോലീസ് സ്റ്റേഷൻ കൊടുത്താലോ എന്ന് കൊടുത്തില്ല. എന്നിട്ട് ഫിലോമിന ടീച്ചർ ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ? ഇതിന്റെ ഫെയർ കോപ്പി അവിടെ ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്ത? ഇതിന്റെ ഫെയർ കോപ്പി അവിടെ ഇല്ല. നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞേ? നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ എന്താ ഫെയർ കോപ്പി അവിടെ ഇല്ലാത്ത? ഒരു വിവരാവകാശം കൊടുത്ത രേഖ 30 ദിവസം കൂലങ്കഷമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കൂ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അതിന്റെ ഫെയർ കോപ്പി വെക്കുന്നത്? അതിന് ഫെയർ കോപ്പി എവിടേക്ക് വെക്കണം? ജില്ലാ ഓഫീസിലടക്കം വെക്കണം. 3/3/2018 അടിയന്തര കൗൺസിൽ യോഗം. ഈ അടിയന്തര കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത ആളുടെ യോഗ തീരുമാനങ്ങൾ കാര്യങ്ങളും ദിവ്യ ജെയിംസിന്റെ പേരിലേക്ക് ഇടിച്ചു കയറ്റിയാണ് മിനിറ്റ്സിൽ
ഒരു പ്രാദേശിക സർക്കാരിന്റെ പ്രാദേശിക ഭരണകൂടത്തിന്റെ മിനിറ്റ്സാണിത്. ഗവൺമെന്റ് രേഖയാണ്, ഗവൺമെന്റ് ഒഫീഷ്യൽ രേഖയാണ്. അവിടെയാണിതാ ഇങ്ങനെ നഗരസഭ എത്ര നമ്പറിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിന്റെ ഉടമസ്ഥത ശ്രീമതി ദിവ്യ ജെയിംസിന്റെ പേരിലേക്ക് ആദ്യം ലൈസൻസ് നേടി, പിന്നീട് കൈമാറ്റം നേടി ചെയ്യുന്നതിനുള്ള അനുമതിക്കായി ശ്രീമതി അനുഷ ജോസഫ് സമർപ്പിച്ച അപേക്ഷ കൗൺസിൽ പരിഗണനയ്ക്ക് എന്ന് പറഞ്ഞ തീരുമാനം അടിയന്തര യോഗത്തിന്റെ അക്ഷയ കേന്ദ്രത്തിന്റെ ഉടമസ്ഥാവകാശം ശ്രീമതി ദിവ്യ ജെയിംസിന്റെ പേരിലേക്ക് കൈമാറുന്നതിന് NOC നൽകി. ഇതെല്ലാം ഡിറ്റോട്ട് ഇടിച്ചു ചേർത്തിയ സാധനം, മനസ്സിലായി? ഇതിന്റെ അടിസ്ഥാനത്തിൽ 2018 5 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ രേഖകൾ വെച്ച് ഞങ്ങൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ എന്ത് വേണം? ഇതിനൊരു അജണ്ട സ്ലിപ്പ് വേണം. ഈ യോഗത്തിലൊരു അജണ്ട സ്ലിപ്പ് വേണം. അതിൻ്റെ ആദ്യം വെക്കണം. അതിൻ്റെ ഒരു യോഗ നോട്ടീസ് നടപടിക്രമോ യോഗ നോട്ടീസ് വേണം. എല്ലാ കൗൺസിലർമാർക്കും യോഗ നോട്ടീസ് കൊടുക്കണം. 30 ആൾക്ക് കൊടുക്കണം. ഇത് കൊടുത്തിട്ടൊന്ന് പരിശോധിക്കുമ്പോൾ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നീട് ഈ വിവരാവകാശ രേഖ ഞാൻ ചോദിച്ചിട്ട് വിവരാവകാശ കമ്മീഷന് ഇവർക്ക് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തപ്പോൾ സെക്രട്ടറി എൻ്റെ അപേക്ഷ മുക്കിക്കളഞ്ഞു. സെക്രട്ടറി 29/7/2018 ഞാൻ ഏത് നമ്പർ ഇങ്ങനെ സാധനം ഉണ്ടെന്നൊക്കെ ചോദിച്ച് കൊടുത്തപ്പോൾ മുക്കിക്കളഞ്ഞു. അപ്പോൾ എന്താ ഇതിന് അന്ന് വിവരാവകാശ കമ്മീഷണർ നമ്മുടെ ഗോപി എന്ന് പറയുന്ന സൂപ്രണ്ടാണ്, മേലെ ഇരിക്കുന്ന സൂപ്രണ്ട്. ഇയാൾ താഴെ ഇരിക്കും നമ്മുടെ സെക്രട്ടറി പോയി. ഇയാൾ ഈ സാധനം വരുമ്പോൾ തന്നെ അമീദുട്ടിൻ്റെ ആണ് കണ്ടപ്പോൾ തന്നെ 2/8/2018 ഇതാ പ്രവീൺ MA LLM LLB BA അങ്ങനെ ഇയാളുടെ ഡിഗ്രി പളവളങ്ങ പോലെ താഴോട്ടാ. അപ്പോൾ ഈ കക്ഷി ഒപ്പിട്ട് വാങ്ങിയിട്ട് ഈ സാധനം നോക്കിയിട്ട് 1 മാസം വരെ തന്നില്ല. ഞാൻ മെല്ലെ കയറി ചെന്ന് നോക്കിയപ്പോൾ ഈ സാധനം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കിട്ടിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാനത് പരിശോധിച്ചപ്പോൾ ഞാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്തു. സംസ്ഥാന കമ്മീഷൻ അപേക്ഷ കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയച്ചിട്ട് ഇതാ കാർഡ് ഉൾപ്പെടെ ഞാൻ അപേക്ഷ കളക്ട് ചെയ്തു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അപേക്ഷ കൊടുത്തപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് വിവരം കൊടുത്താലും ചോദ്യം വ്യക്തമല്ല എന്ന് പറയുക. അപ്പോൾ ഈ സാധനം കൊടുത്തപ്പോൾ പിന്നെ ആരൊക്കെ അന്ന് പങ്കെടുത്തു? മുനീർ പങ്കെടുത്തു, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പങ്കെടുത്തു, എല്ലാവരും പങ്കെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷയുടെ പുറത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പിന്നെ അന്വേഷണം നടത്തിയിട്ട് കളക്ടറേറ്റ് ഹിയറിംഗ് നടത്തിയിട്ട് ഇദ്ദേഹത്തിന് ഒരു ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെക്രട്ടറിക്ക്. 25,000 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആ ഉത്തരവ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള, പുന്നൻ റോഡ്, തിരുവനന്തപുരം, CP നമ്പർ 704/5/2018, സ്റ്റേറ്റ് പബ്ലിക് വിഷയം AM ഹമീദുട്ടി 2/10/2018 കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച പരാതി. അപ്പോൾ ഈ വിവരങ്ങൾ ഞാൻ അറിയാതിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് ഈ വിവരങ്ങൾ ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ചെയ്തത്. പിന്നീട് ഞാൻ ചോദിച്ചു, ഈ ഫയൽ മുഴുവൻ ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരു വ്യാജപ്പെട്ട സാധനം കിട്ടി. പിന്നീട് അതിന് മിനിറ്റ്സും കാര്യങ്ങളും നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അത്യന്തം പിന്നെ എന്താ പറയണ്ടത്, സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള ഉത്തര. അതായത് ഈ പേജ് നമ്പർ 27 മിനിറ്റ്സൊക്കെ അവർ നേരത്തെ എഴുതിയൊരു സാധനം പറിച്ചെടുത്തിട്ട് അവിടെ ഇറേസ് ചെയ്തിട്ടതാ ദിവ്യ ജെയിംസിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ അക്ഷയ കേന്ദ്രത്തിന്റെ ഉടമസ്ഥാവകാശം ദിവ്യ ജെയിംസിന്റെ പേരിൽ കൈമാറ്റം ചെയ്യാൻ NOC നൽകാൻ തീരുമാനിച്ചു എന്ന് എഴുതി ചേർത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മിനിറ്റ്സിന്റെ കോപ്പിയിൽ അജണ്ടയുടെ സ്ലിപ്പിൽ നേരത്തെ വേറൊരു സാധനം എഴുതി ചേർത്തത് ഇറേസ് ചെയ്തിട്ടാണ് ഈ സാധനം പുതുതായിട്ട് എഴുതി ചേർത്തത്. ഇപ്പൊ 3/3/2018 ഈ സാധനം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് മുന്നേ ആയിരിക്കണം ഈ സാധനം സ്ലിപ്പും അജണ്ടയിലും വരേണ്ടത്. ഇതിന്റെ ഡേറ്റ് 5/3/2018. നിങ്ങൾക്ക് ആരും മനസ്സിലായ 3/3/2018 NOC നൽകാൻ തീരുമാനിച്ചു ശ്രീകണ്ഠൻ നഗരസഭ. ഈ സ്ലിപ്പ് അതിന് മുന്നേ ആയിരിക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസമായിരിക്കണം. 5/3/2018 ഈ ഡേറ്റ്. ഇത് ഹൈക്കോടതിയിൽ ആയിരിക്കും രേഖകളാണ്. അപ്പോൾ അതിന് ഒരു കൗൺസിൽ അജണ്ട സ്ലിപ്പാണ്. ഈ അജണ്ട സ്ലിപ്പ് നേരത്തെ പ്രസിദ്ധീകരിച്ചില്ല. അജണ്ട സ്ലിപ്പിൽ ഒപ്പ് നോക്കിക്കോളൂ. ഇവിടെ ഡേറ്റ് എത്രയാണെന്ന് വ്യക്തമല്ല. ഇതൊക്കെ കളക്ടറുടെ പ്രൊസീഡിങ്സിലുണ്ട്, ഇവരെ പൂട്ടിക്കാനുള്ള പ്രൊസീഡിങ്സിൽ. ഇത് എഴുതി ചേർത്താണ് പറയാൻ കാരണം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ എഴുതി മായ്ച്ചതിന് ശേഷം ആ പേജിൻ്റെ അടുക്കാണ് ഈ സാധനം എടുത്തത്. ഇതാണ് വിജിലൻസ് കൊണ്ടുപോയി പിടിച്ചത്. പിന്നീട് അങ്ങനെയാണ് അന്നത്തെ ദിവസത്തെ ഈ 3/3 തീരുമാനത്തിൻ്റെ സെക്രട്ടറിയുടെ ഒപ്പ് ഇവിടെ എങ്ങനെയാണ്? അപ്പോൾ ഒരു ദിവസം തന്നെ 3 ഒപ്പിട്ടിരിക്കുന്നു, വ്യത്യസ്ത ഡേറ്റ് ഇട്ടിരിക്കുന്നു. ഒരൊപ്പ് ഇതാണ്. ഇത് NOC നൽകാൻ തീരുമാനിച്ചത്. NOC അല്ല, NOC നൽകി ഇതിൻ്റെ പുറത്തായി ശേഷം ഇവളെ പേരിലേക്ക് മാറ്റുന്നത്. ഈ റെക്കോർഡൊക്കെ ഉണ്ടാക്കുന്ന ഈ വ്യാജം ഉണ്ടാക്കുന്ന ഇവന്മാരെല്ലാം കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ 3 ഒപ്പാണ് സെക്രട്ടറിൻ്റെ, 3 ഒപ്പാണ്. അപ്പോൾ ഈ സംഗതി ഇപ്പോൾ പ്രവീൺ പറയുന്നത്, ഞാൻ ആ സമയത്ത് പ്രവീൺ 13/6/2016 ജോയിൻ ചെയ്തു.
2018 ജോയിൻ ചെയ്യുന്നു. 13/6/2018 ജോയിൻ ചെയ്യുന്നു. 6/7 24 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദിവ്യ ജെയിംസിന്റെ പേരിലേക്ക് ഇത് മാറ്റുന്നത്. എന്നെ പൂട്ടാൻ ഉത്തരവത്തിന്റെ വിചിത്രം വേറെ കിടക്കുക. ഇതാണ് ഒരു കളക്ടറുടെ ഒപ്പ്. കളക്ടറുടെ ഒപ്പ് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഇതാണ് ഒരു അക്ഷയ കളക്ടറുടെ സീല്. ഈ സീലിന്റെ പുറത്ത് അക്ഷയ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഓഫീസ് കേരള IT മിഷൻ എന്നാണ്. കളക്ടർ സീലല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കളക്ടർ സീലല്ല, കളക്ടർ ഒപ്പല്ല. ഫിലോമിന ടീച്ചർ ഇന്നലെ പറഞ്ഞത് ഞാൻ കളവായി തളിപ്പറമ്പ് കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഞാൻ ഇത് നീട്ടിക്കൊണ്ടേ പോകുന്നു, എൻ്റെ അക്ഷയ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ കൂട്ടേണ്ടത്. ഞാൻ ഹൈക്കോടതിയെ കബളിപ്പിച്ചിട്ട് ഞാൻ തളിപ്പറമ്പ് കോടതിയിൽ കേസ് കൊടുത്തിട്ട് കളവായി കേസ് കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ ഈ എൻ്റെ അക്ഷയ കേന്ദ്രം ഞാൻ മുന്നോട്ട് അവധിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൂട്ടേണ്ടതെന്നാണ് ഇതില്ല ഫിലോമിന ടീച്ചർ പറഞ്ഞത്. ശുദ്ധ അസംബന്ധ ഹൈക്കോടതിയിലെ വെല്ലുവിളിക്കലാണ്. പെണ്ണുങ്ങൾ ഡോക്ടറാണോ ടീച്ചറാണോ എനിക്കറിയില്ല. ഇത്രയും ഒരു വിവരങ്ങൾ പറയാൻ പാടില്ലാത്ത ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും അതിനെ കാര്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഭരണം എന്നാണ്. എന്താ ഭരണം? വ്യാപാരികളോട് ചോദിച്ചൊരു ഹിതപരിശോധന നടത്തിയാൽ മതി. പിന്നെ ഇപ്പുറത്തെ കോട്ടൂർ പാലത്തിന് അപ്പുറത്തുള്ള അപൂര പൂട്ടിച്ചു, വരാന്തി അടക്കം JCB വെച്ച് മാന്തി. ഇവിടുത്തെ തറവാട് ഹോട്ടൽ പൂട്ടിച്ചു. അവിടെ ജോലി ചെയ്യുന്ന പിന്നെ ഈസഖാന്റെ മകൻ ഈസഖാന്റെ മോനെ പുറത്താക്കി, ജോജിനെ പുറത്താക്കി. ആരുടെ കരടിക്കകത്തെ ഈ സെക്രട്ടറി? ഇത് കൊല്ലുന്ന പിന്നെ രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ മാതിരി ഈ ചങ്ങായിനെ കൂട്ടിക്കൂടെ വന്നില്ല. എന്നിട്ട് ഭയങ്കര ഭരണം. ഈ ഭരണത്തിനെതിരെ LDF എൻ്റെ പിന്നിൽ നിന്നിട്ടാണ് ഞാൻ ഇത് നടത്തിയത്. അതിനും കൂടി മറുപടി ഞാൻ ഈ പറഞ്ഞു. ഞാൻ ഈ മീഡിയ മീറ്റിലൂടെ ആവശ്യപ്പെടുന്നത്, ഒരു കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് ഭൂഷണമല്ല. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞല്ലോ. സ്ത്രീ നമ്മുടെ നാട്ടിൽ പേരുകേട്ട ഒരുപാട് സ്ത്രീകളില്ലേ? സരിതി ഇല്ലേ? സ്വപ്ന സുരേഷ് ഇല്ലേ? നമ്മുടെ ഈ മിഞ്ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദ്രൗപദി മുർമു ഇല്ലേ? സ്ത്രീയല്ലേ അവരൊക്കെ? അപ്പൊ അവരിങ്ങനെയാണ് പറയേണ്ടത് ഞാൻ സ്ത്രീയാണ്, അവർ ഡോക്ടറാണ്, ചെയർപേഴ്സൺ ആണ്, എല്ലാം ആണല്ലോ. അപ്പൊ അവരെങ്ങനെ പറഞ്ഞു ഞാൻ സ്ത്രീ? അവർക്ക് സൈബർ ആക്രമണത്തിൽ എനിക്ക് അവർ പങ്കില്ലേ? എനിക്ക് അതിനൊന്നും ആവശ്യമില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് അവരോട് ഈ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് വസ്തുത. അപ്പോൾ അവർ രാജിവെക്കണം. അവർ ഈ പറയുന്ന കേസിൽ 2 കേസിലും പിന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഉൾപ്പെട്ടിൽ എന്താണോ നിയമം, ലോ ആൻഡ് ഓർഡർ അതുപോലെ പാലിക്കണം. അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ്. കാരണം എനിക്ക് സാമാന്യ നീതികൾ ഈ കാര്യത്തിൽ കിട്ടുന്നതാണ്. എൻ്റെ 5.5 വർഷത്തെ ഫൈറ്റിൻ്റെ ഒടുവിലത്തെ ചിത്രമാണ്.